കനകോലം എഴുതി കൊടുക്കുന്ന ഡയലോഗ്, ആ ഡയലോഗ് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ ചിരിക്കും. പിന്നെ ഞങ്ങള് ഇത് വീഡിയോ ഇടുന്നതും റീൽസ് ഇടുന്നതൊക്കെ എന്തോ ഒരു പ്രശ്നം പോലെ. ആരാ ഇടാത്തത്? കനകോലം എഴുതി കൊടുക്കുന്നത് പറയുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. ഈ കനകോല് വരെ എവിടെ കൊണ്ട് എത്തിക്കുന്നുള്ളതാണ്. ഇതേ കനകോല് അവരോട് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയപാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കരുത്, അത് നിങ്ങൾക്ക് വലിയ ക്ഷീണാവും എന്ന വിവരക്കേട് പറഞ്ഞു കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ തുടങ്ങിയല്ലോ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. കനകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമായി ദേശീയപാത നിർമ്മാണത്തിന്റെ വേഗത കുറക്കാൻ ശ്രമം നടക്കുന്നു. ഇപ്പൊ കനകോലു എഴുതി കൊടുക്കുന്ന ഡയലോഗ്, ആ ഡയലോഗ് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ ചിരിക്കുന്നുണ്ട്. ഒരു വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞത് സ്ഥലത്ത് പോവാഞ്ഞത്, നമ്മുടെ വടകര MP പറഞ്ഞത് സ്ഥലത്ത് പോവാഞ്ഞത് ക്യാമറയിൽ വീഡിയോ ക്യാമറയിലുമൊക്കെ ആ പൊളിഞ്ഞ സ്ഥലം വരും, അത് മിനിസ്റ്റർക്ക് ആ വീഡിയോ വന്നാൽ പ്രശ്നമാണ്. അത് എന്തും ഈ വീഡിയോവും അതുപോലെ ഫോട്ടോനെ കുറിച്ച് ചിന്തിക്കുന്ന ആളെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്ത വരുള്ളൂ. പിന്നെ ഞങ്ങള് ഇത് വീഡിയോ ഇടുന്നതും റീൽസ് ഇടുന്നതൊക്കെ എന്തോ ഒരു പ്രശ്നം പോലെ. ആരാ ഇടാത്തത്? ഇടുന്നത് തെറ്റാണോ? ഇത് പറയുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റീലിട്ട പ്രതിപക്ഷ നേതാവായിരിക്കും VD സതീശൻ. ഈ പറഞ്ഞ KPCC പ്രസിഡന്റ് പോട്ടെ, അദ്ദേഹത്തിന്റെ പോട്ടെ, വർക്കിംഗ് പ്രസിഡന്റുമാർ ഇതിനെതിരെ പ്രസംഗിക്കുന്നവരില്ലേ, എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലും മറ്റേ ഹാൻഡിലൊക്കെ എടുത്തു വെക്കൂ. ഞങ്ങൾ വികസന പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും, ഇനി ഉപയോഗിക്കും. ഈ കനകോല് വരെ എവിടെ കൊണ്ട് എത്തിക്കുന്നുള്ളതാണ്. ഇതേ കനകോല്